നമ്മുടെ BSF ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് പുതിയൊരു അപേക്ഷ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുൻപ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെലക്ഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നേരെ താഴെ കൊടുത്തിട്ടുള്ള വീഡിയോ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയ ഡേറ്റ് എന്ന് പറയുന്നത് 24/8/2025 ഏകദേശം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് 23/9/2025 ഈ മാസം 23-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പം വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഈ മാസം 23 വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ, റേഡിയോ ഓപ്പറേറ്റർ, റേഡിയോ മെക്കാനിക് പോസ്റ്റാണ്. 25,500 മുതൽ 81,100 വരെ ശമ്പളവും കാര്യങ്ങളൊക്കെ ലഭിക്കും. അതിൻ്റെ കൂടെ മറ്റുള്ള ആനുകൂല്യങ്ങൾ, അലവൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് ഇതിൻ്റെ നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേക്കൻസി വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. ടോട്ടൽ വേക്കൻസി 211 വേക്കൻസികൾ ഇവിടെ മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം കൂടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ESM, ജനറൽ കാറ്റഗറി എല്ലാവർക്കും ഉള്ളതും കൂടിയിട്ടാണ് കേട്ടോ. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാം കൂടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഇത് നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് അതിലേക്ക് അധികം കിടക്കുന്നില്ല. നമ്മൾ അപേക്ഷിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇത് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾക്ക് ഉണ്ടാകുക PET PST ആയിരിക്കും. RFID ചിപ്പ് വെച്ചിട്ടുള്ള PET PST ആണ് നിങ്ങൾക്ക് ആദ്യം വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സെക്കൻഡ് ഫേസിലേക്ക് കടക്കൂ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സെക്കൻഡ് ഫേസ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. ആദ്യം ഫിസിക്കൽ നടത്തുന്നു, പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടത്തുന്നു, പിന്നെ തേർഡ് ഫേസിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിലേക്ക് കടക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ സെലക്ഷൻ പോകുന്നത്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റൊക്കെ ഒരുമിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റ് വരുന്നു. ഫൈനൽ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ജോലിയിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം. ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്ററിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് +2 വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. +2 അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. +2ൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സോട് കൂടി പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. റെഗുലർ സ്റ്റുഡൻറ്റ് വിത്ത് അഗ്രിഗേറ്റ് 60% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ നിങ്ങൾ സബ്ജക്റ്റിൽ സ്കോർ ചെയ്ത് പാസ്സായിരിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ മതി. 10ാം ക്ലാസ്സും ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 10ൻ്റെ കൂടെ ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ മെക്കാനിക് പോസ്റ്റാണ്. അതിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് +2 തന്നെയാണ് വേണ്ടത്. +2ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. റെഗുലർ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. വിത്ത് 60% മാർക്കോട് കൂടി ഈ സബ്ജക്റ്റ് പാസ്സായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം പറയുന്നുണ്ട്. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് മതി. 10ാം ക്ലാസ്സിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ITI വേണം. റേഡിയോ ആൻഡ് ടെലിവിഷൻ, അതായത് ഈ സമാന മേഖലയിലുള്ള ഈ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ITI സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിലേക്കൊന്ന് ആഴത്തിൽ കടക്കുകയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 18 to 23 വയസ്സ്, 25 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ OBC ആകുമ്പോൾ 18 to 28 വയസ്സ്, SC ST ആകുമ്പോൾ 18 to 30 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഹൈറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. ഹൈറ്റ് ആൺകുട്ടികളാകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 168 സെൻറ്റിമീറ്റർ വേണം. പെൺകുട്ടികൾക്ക് 157 സെൻറ്റിമീറ്റർ മതി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. പിന്നെ ചെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. പെൺകുട്ടികൾക്ക് അത് ആപ്ലിക്കബിൾ അല്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എന്തൊക്കെ വരുന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാവുന്നതാണ്. ഫിസിക്കൽ എഫിഷ്യൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1600 മീറ്റർ ഓട്ടം ആൺകുട്ടികൾക്ക് ഓടിത്തീർത്താൻ 6.5 മിനിറ്റ് നൽകുന്നുണ്ട്. 800 മീറ്റർ ഓട്ടം ഓടിത്തീർത്താൻ പെൺകുട്ടികൾക്ക് 4 മിനിറ്റ് നൽകുന്നുണ്ട്. പിന്നെ ലോങ് ജമ്പ് ആൺകുട്ടികൾക്ക് 11 ഫീറ്റ് 3 ചാൻസ് ഉണ്ടാവും. 9 ഫീറ്റ് ലോങ് ജമ്പ് 3 ചാൻസ് പെൺകുട്ടികൾക്ക് ഉണ്ടാവും. ഹൈ ജമ്പ് 3.5 ഫീറ്റ് 3 ചാൻസ് ഉണ്ടാവും ആൺകുട്ടികൾക്ക്. 3 ഫീറ്റ് 3 ചാൻസ് ഉണ്ടാവും പെൺകുട്ടികൾക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത് കേട്ടോ. പിന്നെ എക്സ് സർവീസ്മാൻ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. അവർക്ക് ഫിസിക്കലൊന്നുമില്ല, അവർക്ക് ഡയറക്റ്റ് എക്സാമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എക്സ് സർവീസ്മാൻ ഞാൻ മുമ്പേ ഇതിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് സർവീസ്മാൻ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ടോ എന്ന് ആർമിയിൽ സർവീസ് ചെയ്ത് ഇറങ്ങിയ ഒരു സുഹൃത്ത് സഹോദരൻ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മളിപ്പോൾ അത് മാക്സിമം പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ അറിവിൽ എക്സ് സർവീസ്മാൻ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റൽ വേക്കൻസി ഉണ്ട്, എക്സ് സർവീസ്മാൻ വേക്കൻസി ഉണ്ട്, എല്ലാം ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി. ഇപ്പോൾ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എസ്പെഷ്യലി ജനറൽ അതായത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാത്ത എക്സ് സർവീസ്മാൻ അല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഞാൻ കവർ ചെയ്ത് പോയിട്ടുണ്ട്.
നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൂടെ കയറി അപേക്ഷിക്കാം. ഇത് സിലബസ് ആണ്. ഇതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് കൂടുതൽ നമ്മൾ പറഞ്ഞ് സമയം കളയുന്നില്ല. വളരെ പെട്ടെന്ന് അപേക്ഷിക്കേണ്ട സമയമാണ്. ഇനി താഴെ ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള അപ്ഡേറ്റുകളൊക്കെ പ്രോപ്പറായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.